ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ക്യാബേജും വെച്ചിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് വേഗം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഇതും ഈ ചോപ്പറിലിട്ട് തന്നെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. നമ്മൾ എത്ര തേങ്ങ കൂടുതൽ ചേർക്കുന്നോ അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്. ഈ സബോള നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില, അതും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക്, അതും നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സബോളയും വേപ്പിലയും ഇഞ്ചിയും പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഒരു 10-30 സെക്കൻഡോളം നമുക്കിതിങ്ങനെ നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ, അതിൻ്റെ ഇടയിലായിട്ട് നമുക്കിത് വെന്ത് കിട്ടും. 10 മിനിറ്റൊന്നും വേണ്ടി വരില്ല, അതിന് മുന്നേ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് വേവിക്കുന്ന സമയത്ത് നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. കാരണം മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒത്തിരി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ മൂടി വെക്കാതെ തുറന്ന് വെച്ച് തന്നെയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. നമുക്ക് അധികം സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചോപ്പർ വെച്ച് നമ്മൾ അരിയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അധികം എരിവൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം. താങ്ക്